ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 22-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങളിൽ ദൈവം എന്താണോ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത്, അതൊരു പദ്ധതിയിലൂടെ നിറവേറ്റപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് മനോഹരമായി ചിത്രീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനം 22:4 ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും ദൈവം അവരെ വിടുവിക്കുകയും ചെയ്തു. വ്യക്തിപരമായ ജീവിതത്തിലെ സാക്ഷ്യമായിട്ടും എനിക്കിത് ആവർത്തിച്ച് പറയുവാനായിട്ട് സാധിക്കുന്നു. അതിന് ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. രക്ഷ പ്രാപിക്കുവാൻ എന്തുണ്ട് മാർഗം എന്ന് അന്വേഷിക്കുന്ന വ്യക്തികളെയും ഗോത്രങ്ങളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ലോകചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ രക്ഷ പ്രാപിക്കുവാനുള്ള പദ്ധതികൾ തേടി അലയുന്ന മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗോത്രങ്ങൾ, കുടുംബങ്ങൾ, അല്ലെങ്കിൽ ഒരു സംസ്കാരം തന്നെ അങ്ങനെ തേടി അലഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ നദീതീരങ്ങളിലുമൊക്കെ ചെന്ന് താമസിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന ജനപഥങ്ങളൊക്കെയും രൂപപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവർ ആശ്രയിച്ചു, പിതാക്കന്മാർ ആശ്രയിച്ചു, ദൈവം വിടുവിച്ചു, രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മോക്ഷം പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാനുള്ള ആഗ്രഹമുള്ള ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. 22-ാം സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉഷസ്സിൻ മാൻപേട എന്ന രാഗത്തിലാണ്. അതിൻ്റെ അർത്ഥം യേശു നിവർത്തിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. തിരുവചനം പഠിക്കുന്ന നമുക്കറിയുവാനായിട്ട് സാധിക്കും, പരിശുദ്ധാത്മാവ് എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു ജീവിതശൈലി മുന്നോട്ട് കാണിക്കുന്ന, മാതൃകയാക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിലൊന്ന് കണ്ണോടിച്ചാൽ അതിരില്ലാത്ത ആഗ്രഹങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതിരില്ലാതെ ആഗ്രഹങ്ങൾ കൈമാറ്റം ചെയ്യുകയും പകരപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമൂഹത്തിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പരിചയപ്പെടുത്തുന്ന ആഗ്രഹങ്ങളുടെയൊക്കെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അന്വേഷിക്കാനുള്ളൊരു കാലമായി നമ്മളെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ജീവിതത്തിൽ അങ്ങനെ ഒരു ക്രമീകരണം നടത്തുവാൻ ഈ നോമ്പ് അനുഭവങ്ങൾ ഇടയാക്കണം. ആഗ്രഹങ്ങളുടെ നൂൽപ്പാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ ആ നൂൽപ്പാലങ്ങളൊക്കെ തകർന്നു പോകുമ്പോൾ, അത് പൊട്ടി വീഴുമ്പോൾ എല്ലാം തകരുന്നു എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് ജെന്നിഫർ മെലാനി എന്ന് പറയുന്ന ഇറ്റാലിയൻ ചെറുകഥാകൃത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. നൂൽപ്പാലങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന മനുഷ്യർ, അവരിങ്ങനെ ഓരോ ദിവസവും പക്ഷികളും മൃഗങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ചേർന്ന്, മനുഷ്യരും എല്ലാവരും ചേർന്ന് നൂൽപ്പാലങ്ങൾ, സ്വിംഗ് ബ്രിഡ്ജ്, അതിൻ്റെ ചില ബന്ധങ്ങൾ സൃഷ്ടിക്കുക. ആ ഒരു ബന്ധം തകരുമ്പോഴേക്കും, ഒരു നൂല് തകരുമ്പോഴേക്കും പുതിയ നൂലുകൾ അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുകയാണ്. പലപ്പോഴും ഇത് നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. നമ്മെ താങ്ങി നിർത്തുന്ന അദൃശ്യ കരങ്ങളിൽ നമ്മെ തന്നെ ആശ്രയിക്കുവാനും നമുക്കൊന്ന് വിധേയപ്പെടുത്തുവാനും ആ ദൈവിക കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് നോമ്പ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പിതാക്കന്മാരുടെ മാതൃക, അതും നോമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരാശ്രയിച്ചു, ദൈവം അവരെ വിടുവിച്ചു, അവിടെ രക്ഷ അവർ അനുഭവിക്കുവാൻ, രക്ഷാനിർണയം പ്രാപിച്ചവരായിട്ട് മാറുവാനിടയായി. അതുകൊണ്ട് ബന്ധങ്ങൾ പോലും, അതിസൂക്ഷ്മമായ ബന്ധങ്ങൾ പോലും വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് നോയമ്പ്.
അതുകൊണ്ട് കാഴ്ചയ്ക്ക് അദൃശ്യമായ ഒട്ടനവധി ബന്ധങ്ങളിലൂടെയാണ് നാം രൂപപ്പെട്ടത്. കാഴ്ചയ്ക്ക് അദൃശ്യമായിട്ടുള്ള ഒട്ടേറെ ബന്ധങ്ങളാണ്, ദൈവത്തിൻ്റെ കരുതലുകളാണ് ഇന്നും നമ്മെ താങ്ങി നിർത്തുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു സംവേദനക്ഷമത ആർജിച്ചെടുക്കലാണ് ചിലതൊക്കെ വർജിക്കുന്നതിലൂടെ നാം നോമ്പിലൂടെ നേടിയെടുക്കുന്നത്. ബുദ്ധനും ജൈനനുമൊക്കെ അന്വേഷിച്ചത് ഈ ആഗ്രഹത്തെ ഇല്ലാതാക്കാനാണ്. ഈ ആശയെ ഹനിച്ചുകൊണ്ട്, ആശയെ നിഗ്രഹിച്ചുകൊണ്ട് മുന്നേറുവാനാണ് അവരാഗ്രഹിച്ചത്. ഇന്നും സമകാലിക ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആശമാരെ ഒക്കെ അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യാശയോടെ നിലകൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ്, പരിശുദ്ധാത്മാവ് എന്താണോ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ, ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. 4-ാം വാക്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കിൽ ആശ്രയിച്ചു, അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാനിർണയം പ്രാപിപ്പാൻ ഉള്ള മഹത്തായ അവസരം ഈ നോമ്പനുഭവങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും സ്വായത്തമാക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് അന്വേഷിപ്പാനും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ഇടയാക്കണം. യേശു കർത്താവ് നിവർത്തിച്ച ആ പദ്ധതിയിലൂടെ, വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. കുഞ്ഞാട്ടിൻ രക്തത്തിൽ